ഒരു സൂപ്പർ ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റോട് കൂടി നമ്മൾ നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്തു. കുറെ പേര് DM ചെയ്ത് ചോദിക്കുന്നുണ്ട്, ഈ റെമിറ്റൻസ് ഇഷ്യൂ നിലനിൽക്കുമ്പോൾ മാൽദീവ്സിലോട്ട് ടീച്ചിങ് ജോബിനായിട്ട് വരുന്നത് വേർത്ത് ആണോ എന്ന്. എന്റെ അഭിപ്രായത്തിൽ കുറച്ച് റിസ്കിയാണ്. കാരണം നമ്മൾ ഏജൻസിക്ക് ഒരു ബിഗ് എമൗണ്ട് കൊടുത്തിട്ട് പൈസ അയക്കാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത് വരുമ്പോൾ ചില നിങ്ങളുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിനെ അത് എഫക്ട് ചെയ്തേക്കാം. ഈ പ്രോബ്ലം സോൾവ് ആവുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. കാരണം ഓരോ ദിവസവും ഇന്ത്യൻ ഗവൺമെന്റോ മാൽദീവ്സ് ഗവൺമെന്റോ ഇതിൽ ഇടപെടും, എല്ലാം സോർട്ട് ഔട്ട് ആവും എന്നൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ഇരിക്കുന്നത്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്പെഷ്യൽ വ്യക്തി, എലിസബത്ത് മാം. ഒത്തിരി വർഷമായിട്ട് മാൽദീവ്സിൽ വർക്ക് ചെയ്യാണ് കേട്ടോ. വെൽ എക്സ്പീരിയൻസ് ടീച്ചറാണ്. മിസ്സിന്റെ ഇൻവിറ്റേഷനിലാണ് ഞാൻ മിസ് വർക്ക് ചെയ്യുന്ന ഐലൻഡിലോട്ട് പോയത്. അങ്ങനെ പെട്ടെന്ന് 2 ദിവസം കഴിഞ്ഞു. ഒരു കുഞ്ഞു ഷോപ്പിങ്ങിനൊക്കെ പോയി. അപ്പോഴേക്കും നമുക്ക് തിരിച്ചു പോകേണ്ട സമയമായി. 2 കുഞ്ഞു ബാഗുമായിട്ട് പോയ ഞാൻ 4 വലിയ ബാഗുമായിട്ടാട്ടോ തിരിച്ചു വരുന്നത്. കുറെ നാളികേരവും കുറച്ച് വെജീസും പിന്നെ ഇഞ്ചിപ്പൊടിയും അങ്ങനെ നിറയെ സാധനങ്ങളും മാം എനിക്ക് തന്നയച്ചു കേട്ടോ. എനിക്കുണ്ടല്ലോ, നമ്മൾ അമ്മ വീട്ടിലൊക്കെ പോയി കൈ നിറയെ സാധനങ്ങളായിട്ട് വരില്ലേ, ആ ഒരു ഫീൽ ആയിരുന്നു. തിരിച്ചെത്തിയിട്ട് കുക്ക് ചെയ്യാതിരിക്കാനായിട്ട് ബിരിയാണിയും ഓറഞ്ച് ജ്യൂസും വരെ തന്നയച്ചു കേട്ടോ. ഐലൻഡിൽ എത്തിയതും സ്കൂളിലെ സ്റ്റുഡൻസ് എന്നെ ഹെൽപ്പ് ചെയ്തു. കാരണം എന്റെ കയ്യിൽ കുറച്ചധികം ബാഗ്സ് ഉണ്ടായിരുന്നു. കൂടുതൽ മാൽദീവ്സ് വിശേഷങ്ങൾക്കായി ഫോളോ ചെയ്യാൻ മറക്കല്ലേ.